കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്നിന് സമീപം പ്രവർത്തിക്കുന്ന സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥലവും കെട്ടിടവും വിൽപ്പന നടത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും കാരശ്ശേരി ബാങ്ക് ജീവനക്കാരും. ട്രസ്റ്റിന്റെ സ്ഥലവും കെട്ടിടവും വിൽപ്പന നടത്തുന്നതിനെതിരെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെയും ബാങ്ക് ജീവനക്കാരുടെയും സഹകാരികളുടെയും നേതൃത്വത്തിൽ സ്മൈൽ ആസ്ഥാനത്തേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്നിന് സമീപം പ്രവർത്തിക്കുന്ന സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥലവും കെട്ടിടവും വിൽപ്പന നടത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും ബാങ്ക് ജീവനക്കാരും. ആനയാംകുന്ന് നെച്ചൂളിപ്പൊയിലുള്ള ട്രസ്റ്റിന്റെ 20 സെന്റ് സ്ഥലവും 2 നില കെട്ടിടവുമാണ് ചുളുവിലയ്ക്ക് സ്വകാര്യ വ്യക്തിക്ക് വിൽപ്പന നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് കാരശ്ശേരി സഹകരണ ബാങ്ക് ജീവനക്കാരുടെയും സഹകാരികളുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്മൈലിൻ്റെ ആസ്തികൾ വിൽക്കുന്നതിനെതിരെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെയും ബാങ്ക് ജീവനക്കാരുടെയും സഹകാരികളുടെയും നേതൃത്വത്തിൽ സ്മൈൽ ആസ്ഥാനത്തേക്ക് ബഹുജന മാർച്ച് നടത്തും. KPCC മെമ്പർ അബീബ് തമ്പി മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ജീവനക്കാരുടെ ശമ്പള വിഹിതത്തിൽ നിന്നുള്ള 1,59 ലക്ഷം രൂപയും എ ക്ലാസ് മെമ്പർമാരുടെ ലാഭവിഹിതത്തിൽ നിന്ന് 43 ലക്ഷം രൂപയും ബാങ്കിൻ്റെ 3 ഡയറക്ടർമാരുടെ വസ്തു ഈടിന്മേലെടുത്ത വായ്പയും ഉദാരമനസ്കർ നൽകിയ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുമാണ് സ്ഥാപനം കെട്ടിപ്പടുത്തതെന്നും ഇത് വിറ്റുതുലയ്ക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സമാൻ ജാലൂളി പറഞ്ഞു. കാരശ്ശേരി ബാങ്കിൽ കൃത്രിമ മാർഗത്തിലൂടെ 800-ലധികം CPIM മെമ്പർമാരെ തിരികെ കയറ്റാൻ ശ്രമിച്ചതുപോലെ ട്രസ്റ്റുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെ ഉൾപ്പെടുത്തി കടലാസ് കമ്മിറ്റി ഉണ്ടാക്കിയാണ് സ്ഥലവും കെട്ടിടവും വിൽക്കുന്നതെന്നും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.